2 വർഷത്തോളം നീണ്ട ഗാസ യുദ്ധം, ഇസ്രയേൽ നടത്തിയ ക്രൂരമായ വംശഹത്യകൾ, പുകഞ്ഞുകൊണ്ടിരുന്ന ഗാസ അല്പമെങ്കിലും സമാധാനത്തോടെ ശ്വസിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴും പൂർണ്ണതോതിൽ ഒരു സമാധാനം ഗാസ നിവാസികൾക്ക് ലഭിച്ചിട്ടില്ല. യുദ്ധാനന്തര ഗാസയിൽ ഇപ്പോഴും സമാധാനം പുലർന്നിട്ടില്ല. ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. വെടിനിർത്തലിന് ശേഷം പലപ്പോഴായി ഇസ്രയേൽ മനുഷ്യക്കുരുതി നടത്തിയിട്ടുണ്ട്. നിഷ്ഠൂരമായ വംശഹത്യയുടെ പേരിൽ ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ടാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഗാസയിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി പാകിസ്ഥാൻ സ്വന്തം സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇസ്രയേലി ചാരസംഘടനയായ മൊസാദുമായും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൊസാദിന്റെയും CIA ഉന്നത ഉദ്യോഗസ്ഥരുമായി അസിം മുനീർ ഈ മാസം ആദ്യം ഈജിപ്തിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധാനന്തര ഗാസയുടെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് പാകിസ്ഥാന്റെ സൈനിക വിന്യാസമെന്നാണ് റിപ്പോർട്ട്. ഗാസയിൽ 20,000 സൈനികരെ വിന്യസിക്കാനാണ് പാകിസ്ഥാൻ ഒരുക്കം നടത്തുന്നത്. യുദ്ധാനന്തര ഗാസയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെയും മറ്റും ഭാഗമായി ഒരു അന്താരാഷ്ട്ര സൈനിക ഘടനയ്ക്ക് രൂപം നൽകുമെന്ന് അമേരിക്ക ആവിഷ്കരിച്ച സമാധാന കരാറിലും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപീകരിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്കാണ് പാകിസ്ഥാൻ സൈന്യവും യോജിക്കുന്നത്. ഇസ്രായേൽ അമേരിക്ക അസിം മുനീർ ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിൽ ഒരു ബഫർ ഫോഴ്സ് അഥവാ സംരക്ഷണ സംവിധാനമായിട്ടാകും പാക് സേന പ്രവർത്തിക്കുക. പുനർനിർമ്മാണത്തിന് സൗകര്യമൊരുക്കുന്നതിനൊപ്പം ഭരണനിർവഹണത്തിന് സുരക്ഷാ കവചമായി പാക് സേന പ്രവർത്തിക്കുമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് തുർക്കി, ഖത്തർ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്നും സൂചനയുണ്ട്. പകരമായി ഇസ്രയേലും അമേരിക്കയും വലിയ സാമ്പത്തിക പാക്കേജുകളാണ് പാകിസ്ഥാന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകബാങ്ക് വായ്പാ ഇളവ്, തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവ അടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട്. സാമ്പത്തിക നേട്ടം മാത്രമാണോ പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നിസ്സംശയം പറയാം. സൈനികവും രാഷ്ട്രീയവുമായ കാരണങ്ങളും പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് പിന്നിലുണ്ട്. പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ഈ ലക്ഷ്യത്തിൽ ഒന്ന്. ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുക, പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യം. പക്ഷേ പാക് സൈനിക മേധാവിയുടെ നീക്കത്തിനെതിരെ പാകിസ്ഥാനുള്ളിൽ തന്നെ എതിർപ്പുകൾ ശക്തമാകാൻ തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനാകെയും പ്രത്യേകിച്ച് സൈനിക മേധാവി അസിം മുനീറിനും വലിയ തകരാറുണ്ടാക്കും. പാകിസ്ഥാനിലെ തീവ്ര മുസ്ലിംവാദി എന്ന ലേബലിലാണ് അസിം മുനീർ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായ നീക്കങ്ങളിലൊക്കെ അസിമിന്റെ തീവ്ര മുസ്ലിം വികാരം ഉണർത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതിനുശേഷവുമെല്ലാം ഈ നിലപാടുകൾ പാകിസ്ഥാനിൽ രാജ്യശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇനി ഗാസ യുദ്ധത്തിന്റെ കാര്യത്തിലായാലും പാകിസ്ഥാനിൽ ഇസ്രയേലിന് അത്ര വലിയ ഫാൻ ബേസ് ഒന്നുമില്ല. അത്ര വലിയ എന്നല്ല, ഒട്ടുമില്ല എന്ന് പറയേണ്ടി വരും. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ നീങ്ങുന്ന ഘട്ടത്തിൽ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയ ഇസ്രയേലിനൊപ്പം ചേരുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. സമാധാന ശ്രമം എന്നതിനപ്പുറം ഇത് ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്നതാകുമെന്ന് കരുതുന്നു. ഒപ്പം ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പാകിസ്ഥാൻ അധികൃതരുടെ വീഴ്ച, സാധാരണക്കാരോടുള്ള സൈന്യത്തിന്റെ പെരുമാറ്റം ഇവയൊക്കെ കണക്കിലെടുത്ത് പാക് സൈന്യം മുസ്ലിം ഏകോപനത്തിന് പകരം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയേണ്ടി വരുമെന്നാണ് പാകിസ്ഥാനകത്ത് നിന്ന് ഉയരുന്ന വിമർശനം. 2 വർഷത്തോളം നീണ്ട ഇസ്രയേൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു. വെടിനിർത്തൽ ഉടമ്പടി ഇരുവിഭാഗവും അംഗീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ബന്ദികളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ വെടിനിർത്തൽ അംഗീകരിച്ച ശേഷവും ഇസ്രായേൽ പലസ്തീനുകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് തുടരുകയാണ്.
ഒക്ടോബർ 10 ഇസ്രയേലും ഹമാസും അംഗീകരിച്ചു ഒപ്പിട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം പലപ്പോഴായി ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഒപ്പം ഒന്നിലധികം മുന്നണികളിൽ നിന്ന് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതും ഇസ്രയേൽ സൈന്യം തുടരുകയാണ്. വെസ്റ്റ് ബാങ്ക്, ലെബനാൻ, സിറിയ തുടങ്ങിയ അയൽ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നു. ഗാസ മേഖലയെ ഒന്നടങ്കം അസ്ഥിരമാക്കുകയും ദുർബലമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മാത്രം 1000-ലധികം പലസ്തീനികളെ കൊലപ്പെടുത്തിയതായാണ് കണക്ക്. സിറിയയിലാവട്ടെ സമീപ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം വളരെ സജീവമാണ്. തെക്കൻ അതിർത്തിയിലെ സിറിയൻ മേഖലയിലേക്ക് സേനയുടെ ദിവസേനയുള്ള കടന്നുകയറ്റങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ് ബഷർ അൽ അസദ് ഭരണകൂടം വീണതിനു ശേഷം സിറിയൻ പ്രദേശത്തേക്ക് കുതിച്ചുകയറി രാജ്യത്തുടനീളമുള്ള സൈനിക സൗകര്യങ്ങൾ ഇസ്രായേൽ തച്ചു തകർക്കുകയുണ്ടായി. തെക്കൻ സിറിയയിലെ ഖുനൈത്രയിലെ നിരവധി ഗ്രാമങ്ങളും കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേലി കടന്നുകയറ്റത്തിന് ഇരയായി. ലെബനാനിലെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ പതിവായി ലംഘിക്കുന്നത് ഇസ്രായേൽ തുടരുകയുമാണ്.